ഹായ് ഫ്രണ്ട്സ്, ഷിംജിത്താണ്. ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഈ ട്രിപ്പിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാൻ പറ്റുന്നത്. വിജയപുര അവിടെയാണ് നൈറ്റ് ഷാൾട്ട് എന്ന് പറഞ്ഞപ്പോൾ അത് ബീജാപ്പൂർ ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. നമ്മൾ അബദ്ധവശാൽ, അതായത് അറിയാതെ അൺനോയിങ്ലി നമ്മൾ ഇന്നലെ നൈറ്റ് സ്റ്റേ ചെയ്തത് വിജയപുര, അതായത് ബീജാപ്പൂർ ആയിരുന്നു. ബീജാപ്പൂർ പലർക്കും അറിയായിരിക്കും. ബീജാപ്പൂർ ഈസ് ഫേമസ് ഫോർ ഗോൾ ഗുംബസ് ആൻഡ് ഇബ്രാഹിം റോസ. ഇപ്പം നമ്മളുള്ളത് ഇബ്രാഹിം റോസയിലാണ്. മുമ്പിൽ കാണുന്നതാണ് ഇബ്രാഹിം റോസ. താജ്മഹലൊക്കെ പോലെ ഇതും ഒരു പ്രണയകുടീരമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇബ്രാഹിം ഷാ എന്ന് പറയുന്ന രാജാവ് ഭാര്യയായ താജ് സുൽത്താനൊക്കെ വേണ്ടിയിട്ട് പണി കഴിപ്പിച്ചതാണ്. പക്ഷേ എൻ്റെ വിറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താജ് സുൽത്താന മരിക്കുന്നതിന് മുമ്പേ ഇബ്രാഹിം മരിച്ചുപോയി. അങ്ങനെ ഇവിടെ ഇബ്രാഹിമിനെ തന്നെ കബറടക്കേണ്ട അവസ്ഥയായി. അങ്ങനെ ഒരു അറം പറ്റിയ ശവകുടീരാണിത്. പക്ഷേ ഓക്കെ, 17-ാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ പണി കഴിഞ്ഞത്. 17-ാം നൂറ്റാണ്ടിലെ മുസ്ലിം വാസ്തുവിദ്യ അനുസരിച്ചിട്ടാണ് ഈ ബിൽഡിങ് പണിതിരിക്കുന്നത്. എല്ലാ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മോണമെൻറ്റ്സിനെയും പോലെ വെൽ മെയിൻറ്റൈൻഡ് ആണ്. വളരെ മനോഹരമായ ലോണ്. ഇത്രയും വെളിച്ചക്കുറവ് എന്താണെന്നായിരിക്കും. രാവിലെ 6 മണിക്കാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അകത്തിരുട്ടായിരിക്കും, അതുകൊണ്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കയറിയാൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത്. ഇവിടെ 6 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഇവിടുത്തെ എൻട്രി ടൈം. എന്താ പറയുക, ഓക്കെ, ഷൂ അഴിക്കണം. കാരണം ഭക്തി ഒരു വിഷയമാണ്. നമുക്ക് അകത്ത് കയറി നോക്കാം. അധികം സമയമില്ല, കാരണം 6:30 തന്നെ നമുക്കിവിടെ നിന്ന് തിരിച്ചു പോകണം. ഗോൾ ഗുംബസ് കാരണം അത് കഴിഞ്ഞിട്ട് ഓടിയിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. കാരണം ഇന്നും ഏകദേശം 400 കിലോമീറ്റർ നമുക്ക് ഓടാനുണ്ട്. ഇത് ഇന്നത്തെ ആദ്യത്തെ ടൂറിസ്റ്റ് നമ്മളാണ്. കവാടം നമുക്ക് വേണ്ടി തുറക്കാൻ പോവാണ്. ട്രെൻഡിങ് റീലായ ലുക്കിംഗ് ലൈക്ക് വാവ് പറഞ്ഞതുപോലെ ഇറ്റ്സ് ഓസം. നോക്ക്, എന്ത് മനോഹരമായ ഒരു മോണമെൻ്റാണ്. നമ്മൾ അറിയപ്പെടാത്ത, ആഘോഷിക്കപ്പെടാത്ത 100,000 ഇതുപോലുള്ള മോണമെൻറ്റ്സ് ഉള്ള ഒരു സ്ഥലമാണ് ഇന്ത്യ. നോക്ക്, കരിങ്കല്ലിൽ പണിത കാവ്യം എന്നൊക്കെ പറഞ്ഞത് പോലത്തെ മുസ്ലിം വാസ്തുവിദ്യയുടെ ഏറ്റവും മെയിനായിട്ടുള്ള ഹൈലൈറ്റ് ഈ ഗുംബസുകളും അതുപോലെ ഈ മിനാരങ്ങളുമാണ്. ഈ മിനാരങ്ങൾ നോക്ക്, ഇത് ഇന്ത്യൻ വാസ്തുവിദ്യയിൽ ഉണ്ടായിരുന്നതല്ല. മുസ്ലിം വാസ്തുവിദ്യ പ്രകാരമാണ് ഈ മിനാരങ്ങൾ പണിയിക്കപ്പെട്ടുള്ളത്. സൂര്യൻ ഏത് ഭാഗത്തു നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ മനസ്സിലായിരുന്നെങ്കിൽ ആ ഭാഗത്ത് നിന്ന് വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവുമായിരുന്നു. രാവിലെ 6 മണിക്ക് വന്നിട്ട് മോണമെൻ്റെ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ. ചുറ്റും ഒരു കോട്ട മുതലുണ്ട്. കോട്ടയിൽ റൂംസ് ഉണ്ട്. സെൽസാണ്, കണ്ടിട്ട് ജയിലൊക്കെ പോലെ തോന്നുന്നുണ്ട്. സെല്ലുകൾ ഉണ്ടാക്കി വെച്ച പോലെ ഉണ്ട്. സെല്ലുകളാണോ അല്ലെങ്കിൽ റൂമുകളാണോ എന്നുള്ള കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഒരു ശവകുടീരത്തിൽ ഒരു ജയിലുണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടാവാൻ വഴിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നീട് ആരെങ്കിലും കീഴടക്കിയ ആളുകൾ അത് ജയിലായിട്ട് ഉപയോഗിച്ച് കാണും. കാരണം ആ രീതിയിലാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ.
ഈ ഭാഗത്താണ് കുറച്ചും കൂടി വെളിച്ചം. ഓക്കെ, പുറകിൽ നിന്നാണ് സൂര്യൻ വരുന്നത്. ഒരു ഫൗണ്ടനാണ് കാണുന്നത്. ഇനിയിപ്പോൾ അടുത്ത വിവാദം ഇവിടെയായിരിക്കും. അത് ഫൗണ്ടനല്ല, ശിവലിംഗാണെന്നും പറഞ്ഞിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അതൊരു ഫൗണ്ടനാണ്. ഗാർഡനെ തെറിവിളിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേര് മനസ്സമാനത്തോടെ അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വന്നതുകൊണ്ട് മാത്രം ഇപ്പോൾ ഇതൊക്കെ തുറക്കേണ്ടി വന്നു. അകത്ത് ശവകുടീരാണ്, വെളിച്ചമില്ല, ലൈറ്റിംഗ് നീയൊക്കെ. അപ്പോൾ അകത്ത് പോയിട്ട് കാര്യമില്ല. ഇതൊരു മക്ബറ ടൈപ്പാണ്. ये किसका है मकबरा? ये इब्राहिम आदिल शाह का है. ओके, इब्राहिम आदिल शाह का है. उनका वाइफ का भी इधर ही होना था ना? यहाँ पे दोनों इसी के अंदर है. രണ്ടാളുടേതും ഇതിനകത്ത് തന്നെയാണ്. അതായത് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ശവകുടീരം പണി കഴിപ്പിച്ചിട്ട് അവസാനം ഭർത്താവിനെ ആദ്യം അടക്കേണ്ട അവസ്ഥ വന്നതാണ്. പിന്നെ ഭാര്യ മരിച്ചപ്പോൾ ഭാര്യയും ഇവിടെ തന്നെ അടക്കി. ഇത് ഖുറാൻ സൂക്തങ്ങളാണ് ഉണ്ടോ? ഖുറാൻ സൂക്തങ്ങളാണ് ഇവിടെ ഈ പില്ലറിലൊക്കെ കൊത്തിവെച്ചിരിക്കുന്നത്. വായിക്കാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിക്കാം, കമൻറ്റ് ചെയ്യാം ഇതിലെന്താ എഴുതിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമുക്കൊന്നും അറിയില്ലല്ലോ. ഓക്കെ, ഇതിൽ ഒന്നല്ല പലരുടെയും ശവകുടീരങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഇവിടെയും ഡീറ്റെയിൽസ് ഒന്നും എഴുതി വെച്ചതായിട്ട് കാണുന്നില്ല. ഏതായാലും ഒന്ന് സുൽത്താൻ്റെതും ഒന്ന് സുൽത്താൻ്റെത് ഭാര്യയുടേതുമാണ്. പിന്നെ കുടുംബാംഗങ്ങളുടെയും സെയിം സ്ഥലത്ത് തന്നെ കബറടക്കുന്ന പരിപാടി ഉള്ളതുകൊണ്ട് ഇതാണ് ശവക്കല്ലറ. ഇവിടെ നമുക്ക് പോകാനുള്ളത് ഗോൾ ഗുംബസിലേക്കാണ്. ഗോൾ ഗുംബസാണ് ശരിക്കും എന്താ പറയുക ഒരു ശവക്കല്ലറയായിട്ട് തന്നെ പണിതത്. പക്ഷേ അതിലിപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. ഗൂഗിൾ വിക്കിപീഡിയ അനുസരിച്ചിട്ടാണെങ്കിൽ അതിലും ഇബ്രാഹിം ആദിൽ ഷായുടെ റിമൈൻസ് സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെയും കൂടി കയറുന്നതായിരിക്കും. ഇവിടെ ഇതല്ലാതെ ജുമാ മസ്ജിദും അങ്ങനെ ഒരുപാട് മോണമെൻറ്റ്സ് വേറെ ഉണ്ട്. അതായത് ബീജാപ്പൂർ എന്ന പേര് മാറ്റിയിട്ട് അത് വിജയപുര ആക്കിയതാണ്. അതായത് ഈ പേര് മാറ്റൽ എന്താ പറയുക മഹാമഹം നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സംഭവിച്ചതാണ്. ഓക്കെ, തീരെ വെളിച്ചമില്ല അല്ലേ? അപ്പോൾ നമുക്ക് പുറത്തേക്ക് തന്നെ പോവാം. ഓക്കെ, നമ്മളിവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനില്ല നമ്മളെ കയ്യിൽ. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതായിരിക്കും. ഓക്കെ, ദ ബ്യൂട്ടിഫുൾ ഇബ്രാഹിം റോസ. ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾ വരുന്നതായിരിക്കും. ട്രിപ്പ് ഈസ് ഗോയിങ് ഓൺ. അൺഎക്സ്പെക്റ്റഡ് മോണമെൻറ്റ്സ്, അൺഎക്സ്പെക്റ്റഡ് സൈറ്റ്സ് ആയിരിക്കും വീഡിയോയിൽ വരുന്നത്. കാരണം ഈ യാത്ര പ്ലാൻ ചെയ്തപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറേ സ്ഥലങ്ങളാണ് നമ്മൾ എത്തിപ്പെട്ടത്. അതുപോലെ ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോകൾക്കായി പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ.